നമസ്കാരം. ULM കേരള ചാനലിലേക്ക് സ്വാഗതം. സർവനാശം ഉടൻ എന്ന കഴിഞ്ഞ വീഡിയോ നാം കണ്ടു. അത് കാണാത്തവർ തീർച്ചയായും കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ഇന്നോളം ആരും ചിന്തിക്കാത്ത സത്യസന്ധമായി നടന്നു വരുന്ന കാര്യങ്ങൾ അടങ്ങിയ ഈ പുതിയ വീഡിയോ കാണുക. വിഷയം നിലവിളിക്കുന്ന ലോകം എന്നതാണ്. പോകാം വീഡിയോയിലേക്ക്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും നല്ല ഭരണഘടനയുള്ള രാജ്യവുമാണ് ഇന്ത്യ. എന്താണ് ജനാധിപത്യം? നമുക്കതൊന്ന് പരിശോധിക്കാം. ഭരണ അധികാരികളെ തിരഞ്ഞെടുക്കുവാൻ ജനങ്ങൾക്ക് നൽകുന്ന അധികാര അവകാശ സ്വാതന്ത്ര്യമാണ് എന്നത് മാത്രമാണ് ജനാധിപത്യ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ഭരണ അധികാരികളുടെ അടിമകളാണ്. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യം. പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ അധികാരികൾ ജനങ്ങളെ അടിമകളാക്കി അടിച്ചമർത്തി ചൂഷണം ചെയ്ത് അടക്കി ഭരിക്കുന്നു. ഇതാണ് ജനാധിപത്യം, ആഘോഷമായി കൊണ്ടാടുന്ന ജനാധിപത്യം. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളെല്ലാം കോടിപതികളും രാജാക്കന്മാരുമായി വിലസുന്നു. ജനങ്ങൾ ജീവിക്കുവാൻ പെടാപ്പാടുപെടുന്നു. ദുഃഖ ദുരിതങ്ങൾ സഹിക്കാനാവാതെ നിലവിളിക്കുന്നു. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യം. നമ്മുടെ ഭരണഘടന ലക്ഷ്യം എന്നത് ജനക്ഷേമ സേവന സംരക്ഷണമാണ്. കൊള്ളാം, വളരെ നല്ലത്. എന്നാൽ ഇന്നോളം ഒരു രാഷ്ട്രീയ പാർട്ടികളും പാർലമെൻറ്റ് പോലും ഈ വിഷയം യാതൊരുവിധ ചർച്ചകളും നടത്താറില്ല, നടത്തിയിട്ടുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ജനക്ഷേമ സേവന സംരക്ഷണത്തിൻ്റെ പേരിലും മറയിലുമാണ് ഭരണ അധികാരികൾ വൻ അഴിമതി ചൂഷണങ്ങൾ നടത്തി കോടികൾ ഉണ്ടാക്കുന്നത്. ജനങ്ങളെ പറ്റിച്ച് ചതിക്കാനും ചൂഷണം ചെയ്യുവാനും വേണ്ടി മാത്രമുള്ള കുതന്ത്രം. ഇനി നമ്മുടെ നീതിന്യായ സംവിധാനത്തെ പറ്റി നോക്കാം. അത് അടിപൊളിയാണ്. അത് ഇന്ത്യയെയും ജനജീവിതത്തെയും തകർത്ത് തരിപ്പണമാക്കുന്നതിൽ ഒന്നാം സ്ഥാനത്താണ്. നിഷ്പക്ഷ പ്രവർത്തനം ജുഡീഷ്യറിക്ക് സാധ്യമല്ല എന്നതാണ് വസ്തുത. ഇന്ത്യയുടെ ദുഃഖമാണ് ജുഡീഷ്യറി. നീതി ന്യായവും പണം തീരുമാനിക്കുന്നു. പണമുള്ളവന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. പണമില്ലാത്തവരെ പരിഗണിക്കുന്നില്ല. അവരെ മനുഷ്യരായി പോലും കാണുന്നില്ല. അതിനാൽ ഈ സംവിധാനത്തെ ജനങ്ങൾക്ക് പുച്ഛമാണ്, വെറുപ്പാണ്, വിശ്വാസം ലെവലേശമില്ല. ഇത് അധികനാൾ മുന്നോട്ട് പോകില്ല. ചുരുക്കി പറഞ്ഞാൽ നിരപരാധിയെ ക്രൂശിക്കുവാൻ വേണ്ടിയും കുറ്റവാളിയെ ശിക്ഷിക്കുവാൻ വേണ്ടിയുമുള്ള നിഗൂഢ കുതന്ത്ര സംവിധാനം. ഇതിൽ പൊറുതിമുട്ടി ലോകം നിലവിളിക്കുകയാണ്. മുൻപ് പറഞ്ഞ ഭരണഘടന ലക്ഷ്യമാണല്ലോ ജനക്ഷേമ സേവന സംരക്ഷണം എന്നത്. എങ്കിൽ പിന്നെ ഇവിടെ 10% ധനികരും 90% ധനികരും എങ്ങനെ വന്നു? ആരുണ്ടാക്കി? എന്താണിതിന് കാരണം? അതോ ഇതാണോ ജനക്ഷേമ സേവന സംരക്ഷണം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സർക്കാർ ഇത് വ്യക്തമാക്കണം. ഒരുത്തനെ ധനികനാക്കിയും മറ്റൊരുത്തനെ ദരിദ്രരും അടിമയും ആക്കി ദുഃഖ ദുരിതത്തിൽ മുക്കി കൊല്ലുക എന്നതാണോ ജനക്ഷേമ സംരക്ഷണം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വ്യക്തമാക്കണം. ജനചൂഷണം ഏതുമില്ലാതെ ഏവർക്കും സമത്വ സന്തോഷ ജീവിതം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യമാണ് ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ ULMൻ്റേത് എന്ന് ഇവിടെ ചുരുക്കി പറയുന്നു. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഈ ചാനലിലൂടെ അറിയുവാൻ സാധിക്കുന്നതാണ്. നിലവിലെ ഭരണഘടനാ സംവിധാനം ജനങ്ങൾക്കോ ജനരക്ഷയ്ക്കോ ജനസംരക്ഷണത്തിനോ വേണ്ടിയുള്ളതല്ല എന്ന്
പകൽ പോലെ വ്യക്തമാണ്. മാത്രമല്ല, നമ്മുടെ ഏവരുടെയും അനുഭവവും അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. താൽപ്പര്യമുള്ളവർ ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ ULM എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കുവിൻ. തൽക്കാലം നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.